സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഭീകരമാണ് അവസ്ഥ. ഞാനൊരു ബെസ്റ്റ് ഉദാഹരണം പറയട്ടെ. നമ്മുടെ ഈ അടുത്തിടെ ഒരു വീഡിയോ പുറത്തു വന്നായിരുന്നു. ഒരു കുട്ടി അധ്യാപകനെ വെട്ടുവന്നോ പൂളുവന്നോ ഇല്ലേ, കണ്ടില്ലായിരുന്ന വീഡിയോ പുറത്തു വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി എന്തോ പറഞ്ഞെന്നറിയാവോ? അത് പുറത്തു വിട്ട അധ്യാപകനെതിരെയാണ് പറഞ്ഞത് ഇല്ലേ. അവനത് ഞാൻ ക്ലാസ് അവനത് തമാശയായിട്ട് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഒരു അധ്യാപകനെ കൊല്ലുമെന്നും വെട്ടുമെന്നും ഒക്കെ ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോ നടപടി എടുക്കേണ്ടത് ആരാണ്? സ്കൂളുകളിൽ നടപടി എടുക്കണം. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. നമ്മുടെ കൊച്ചിയിലെ പ്രമുഖ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ ക്രൈമും മറച്ചു വയ്ക്കുക. ആ സ്കൂളിന്റെ ഡിഗ്നിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ക്രൈമുകളൊക്കെ മറച്ചു വയ്ക്കുക. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ഗർഭനിരോധന ഉറകൾ ഇന്ന് കൊച്ചിയിലെ 10ാം ക്ലാസ്സിന് താഴെയുള്ള സ്കൂളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവനാരാണ്? നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? ഇനിയും ഗവൺമെന്റും സർക്കാരും കാര്യമായിട്ട് ഇടപെടണ്ടേ? சஜி யாரு சொன்னா என்ன சொல்றதுல பாயிண்ட் இருந்தா நம்ம எடுத்துக்கணும்ல. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മൊബൈലും പൊക്കിയെടുത്ത് ഞങ്ങളുടെ പുറകെ നടക്കാതെ ഓരോ സ്കൂളിലും കോളേജുകളിലും പോയി നിങ്ങൾക്ക് കിട്ടുമെന്നേ, സിംപിളി കിട്ടും. ശരിയാണ്, സുലഭമായിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ആര് തടയണം? ഗവൺമെന്റ് തടയണം. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആര് തടയണം? കുട്ടികൾക്ക് ചെയ്യരുതെന്ന തോന്നൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. മദ്യം നമ്മുടെ കാലത്ത് സുലഭമല്ലായിരുന്നു. അല്ല, നീ കൊച്ചുനാളിൽ തൊട്ട് അടി ഉണ്ടായിരുന്നോ? എനിക്കറിയത്തില്ല, നീ വളരെ കാര്യമായിട്ടൊക്കെ പറയുന്നത്. ഞാൻ 10ാം ക്ലാസ് തൊട്ട് ചാരായി തുടങ്ങിയത്. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ചാരായവും വാറ്റുചാരായവും മദ്യവും നമുക്ക് സുലഭമായിരുന്നു. സിഗരറ്റും ബീഡിയും നമുക്ക് സുലഭമായിരുന്നു ഇല്ലേ? നമുക്ക് എന്തായാലും രസം ഉണ്ടായിരുന്നോ? പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് തെറ്റാണ്, ഇത് അധ്യാപനം അറിഞ്ഞാൽ കുഴപ്പമാണ്. നമ്മൾക്ക് പ്രായത്തിന് മൂത്തൊരു ചേട്ടൻ കണ്ടാൽ അവൻ ചിലപ്പോൾ നമ്മളെ അവൻ നമ്മൾക്ക് ഒരു ബന്ധം കാണത്തില്ല. ഇനി നമ്മൾ ഏതോ ഒരു അന്യനാട്ടിൽ ചെന്നിട്ട് അവിടെ പോയി സിഗരറ്റ് വലിച്ചാലും ഒരു പയ്യനാണെന്ന് കണ്ടാൽ അവരുടെ അടി വരും. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചുമ്മന സമരം തൊട്ട് കിസോബലാവ് തൊട്ടുള്ള തൊലിഞ്ഞ പരിപാടികളും കാണിച്ചുകൊണ്ട് ഇവിടെ ഇടത് സാംസ്കാരിക ബുദ്ധിജീവനം എന്ന് പറഞ്ഞ ചില തെണ്ടികൾ ഇറങ്ങി. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായി പോയനെ മിസ്റ്റർ പ്രഭാകർ. വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു അറിവും ബോധവും ഇല്ലാത്ത, വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എന്ത് ചെയ്യാൻ പറ്റും? ഏതാ ചുണ്ണാമ്പേതാ പുള്ളിക്കും അറിയത്തില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പറഞ്ഞിട്ട് നടക്കുക. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.